UDF ആരാണ് ഡോമിനൻറ്റ് മുസ്ലിം ലീഗായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാനായിട്ട് ആ സർക്കാർ നിർബന്ധിതമായി തീരും. ഇവർ എന്തിനാണ് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുന്നത്? ഞാൻ കത്തോലിക്ക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് മത്സരിച്ച പോലെ മിനിമങ്ങൾക്കൊക്കെ അത് ചെയ്യാമായിരുന്നാണല്ലോ അല്ലേ? അത് അവർ ചെയ്തിട്ട് അവർ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതല്ല അവർ ചെയ്യുന്നത്. അവർ കോൺഗ്രസിൻ്റെ വേഷത്തിൽ മത്സരിച്ച് കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് അത് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അപകടം നമ്മുടെ MLA-മാർ അവർ പലരും നാടുവാഴികളെ പോലെ പെരുമാറുന്നവരാണ്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഐസക്കിനെ ഒഴിവാക്കിയത് എന്തിനാ? ഈ സുധാകരൻ ഒഴിവാക്കിയത് അവർക്ക് എന്തായിരുന്നു കുഴപ്പം? തിരുവനന്തപുരത്ത് ആന്റി ഇൻകംബൻസി ശക്തമായതിൻ്റെ അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആണ് മാത്രമാണ്. കാരണം കോൺഗ്രസ് ജയിക്കില്ല. അതുകൊണ്ടെങ്കിൽ ഇവൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ ജയിപ്പിക്കാം. അവിടെ ഇവരോടുള്ള വൈരാഗ്യം ആണ് അപ്പുറത്ത് അവരുടെ വിജയമായി മാറിയത്. ബോംബെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സെൻറ്റർ അല്ലേ? അവിടെ എത്ര ശക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന, ബോംബെ പട്ടണത്തെ നിശ്ചലമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവിടെ നിന്ന് ആരുമില്ല ശരിക്കും പറഞ്ഞു. കേരളത്തിലെ പാർട്ടിക്കുള്ളൊരു പ്രത്യേകത ഭയങ്കര കോൺഗ്രസ് വിരുദ്ധമാണ്. കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് RSS വിരുദ്ധമാണ് എന്ന പോലെ തന്നെ കോൺഗ്രസ് വിരുദ്ധമാണ്. ഈ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള പാർട്ടി അനുഭാവികൾ അവർ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി വെച്ചിട്ട് നിങ്ങളിവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വോട്ട് ചോദിക്കുന്നത്, അയാളുടെ പാർട്ടിക്കെതിരെ വോട്ട് ചോദിക്കുന്നില്ല, അയാളുടെ ആത്മാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിങ്ങനെ തുറന്നു പറഞ്ഞിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ തുറന്നു പറച്ചിലില്ല ശരിക്കും പറഞ്ഞു. തുറന്നു പറച്ചിലില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ പല മേഖലകളിൽ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള റിലേഷൻസ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും CPM-നെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന തരിഗാമിയെ പോലെയുള്ള CPM നേതൃത്വം എങ്ങനെ കാശ്മീരിൻ്റെ അന്തരീക്ഷം വ്യത്യസ്തമാണ്. കാശ്മീരിൻ്റെ അന്തരീക്ഷം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ എങ്ങനെ സഹകരിക്കണം, ഇടപെടണം. അത് ശരിക്കും എന്താണ് ജീവൻ ബലിയൊടുക്കപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കേണ്ട ഇടമാണ്. അവിടെ അങ്ങനെ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പൊതുവെ നമ്മളുടെ നയം എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന പാർട്ടിക്കൊപ്പം പോകാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർന്നു. ഈ കൃത്യതയില്ലേ ഇപ്പോൾ ശരിക്കും കാര്യങ്ങൾ പറയാം. കാരണം എന്ന് വെച്ചാൽ കൃത്യത ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇപ്പോൾ ശരിക്കും രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. പഠിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ഇലക്ഷൻ വരും, ആ ഇലക്ഷൻ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യണം. EMS ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടിരുന്നില്ലേ അല്ലേ? അജണ്ട തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇലക്ഷനിൽ എന്ത് പ്രചരണത്തിന് അജണ്ട വരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ തീരുമാനിക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബൗദ്ധികമായിട്ടുള്ള ഒരു പോരായ്മയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ NDAക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭാവിയില്ലേ? NDAക്ക് വളരാൻ കേരളത്തിൽ മണ്ണില്ലേ എന്ന് ചോദിച്ചാൽ മണ്ണുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വളർന്നിരിക്കുന്നത്. കാരണം അത് ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും അവരെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും മുസ്ലിം സമുദായമായിട്ട് ആഭിമുഖ്യം കാണിക്കുന്നവരായിരുന്നു മുൻപ് മുതൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ മണ്ണിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമം BJP-യും സംഘപരിവാറും പല ഘട്ടങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ CPM-ൻ്റെ തന്നെ അടിത്തറയായിരിക്കുന്ന ഇടതുപക്ഷത്തു നിന്ന് കുറേ വോട്ടുകളെങ്കിലും അവർക്ക് തോണ്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ അപകടം വളരെ കൃത്യമായിട്ട് CPM തിരിച്ചറിഞ്ഞ പ്രീണനം എന്ന് പറയുന്നതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അത് തോന്നലാണ് ശരിക്കും. ആ തോന്നലിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനത്തിനെ അതിശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. അവിടെയും ഒരു ബാലൻസ് തെറ്റി. കാരണം ജമാഅത്തെ ഇസ്ലാമി എതിർത്ത് മുസ്ലിം സമുദായത്തെ മുഴുവൻ എതിർക്കുന്ന തരത്തിലായി മാറി. ഈ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകാം. ഇപ്പോൾ കുറച്ച് ബാലൻസ്ഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ
നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ CPM കുറച്ച് ബാലൻസറാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ അതിശക്തമായ ഒരു CPM വിരുദ്ധത എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര പ്രകടമാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ചർച്ചയിൽ രണ്ട് മുന്നണികൾ മാത്രമാണ് കൂടുതൽ വരുന്നത്. ഒന്ന് UDF മറ്റൊന്ന് LDF. യഥാർത്ഥത്തിൽ അത് ഗുണം ചെയ്യും UDF. അങ്ങനെ അല്ല, അതിൻ്റെ അകത്ത് UDF LDF തമ്മിലുള്ള ഒരു മത്സരമായിട്ട് ഇത് മാറിയാൽ UDF ഗുണം ചെയ്താലും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിനും ഗുണമായിരിക്കും അത്. അതിന് പകരമായിട്ട് ഈ UDF LDF തമ്മിലുള്ള മത്സരത്തിനിടയിൽ NDAക്ക് കടന്നു വരാനായിട്ടുള്ള സ്പേസ് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ നഷ്ടം താൽക്കാലികമായിട്ട് അത് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാലും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഇടതുപക്ഷത്തിന് നഷ്ടം ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു പൊസിഷനാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ നഷ്ടം സംഭവിക്കാം. കാരണം UDF ഒരു മുൻകൈ ഉണ്ട്. ആ മുൻകൈ നിലനിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ചിലപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചേക്കാം. പക്ഷേ NDAയുടെ ഒരു വളർച്ചയെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ UDF മേൽക്കൈമ തടയുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം. NDAയുടെ വളർച്ച UDF അതങ്ങനെയാണ്. കാരണം വെച്ചാൽ ഈ വോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ് ചെയ്യുന്നത് UDFിലേക്ക് പോകുന്ന വോട്ടുകൾ NDAയിലേക്ക് പോകുന്നുള്ളതാണ്. കാരണം കേരളത്തിൽ എന്നും 57 മുതൽ 2006 വരെയും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധമായ കുറേ വോട്ടുകളുണ്ട്. അതാണ് കൂടുതലും. അത് വളരെ ശക്തമാണ്. അത് വളരെ കൂടുതലാണ്. അത് ഒരിടത്ത് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റ് ചെയ്താൽ ഒരു കാലത്തും ഇടതുപക്ഷത്തിന് കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയിട്ടായിരുന്നു പഴയ കാലത്ത് EMS പറഞ്ഞ് ഏത് ചെകുത്താനോടും കൂടെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ആ ഡയലോഗിൻ്റെ അത് എവിടെ നിന്നുണ്ടായെന്ന് ഉത്പാദിപ്പിച്ചെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഉത്ഭവിച്ചൊരു സാധനമാണ് ശരിക്കും. അങ്ങനെയാണ് അത് പൊളിക്കുന്നത് ശരിക്കും പറഞ്ഞു. അങ്ങനെ പൊളിക്കുകയാണ് സപ്ത മുന്നണി എന്ന് പറയുന്ന മുന്നണിയൊക്കെ വരുന്നത്. അങ്ങനെ അതൊരു ടാക്ടിക്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്ത് ടാക്ടിക്സ് പ്രയോഗിച്ചാലും ഈ ഇടതുപക്ഷം കേരളത്തിൽ എത്ര ഇടതുപക്ഷം എന്ന് നമ്മൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇടതുപക്ഷം മനസ്സെന്ന് പറഞ്ഞാൽ പോലും അതിന് വിരുദ്ധമായി അതിനേക്കാൾ എന്താണ് ഇരട്ടി ഒരു ഇടതുപക്ഷ വിരുദ്ധതയും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല അത്, അടിസ്ഥാനപരമായിട്ട് പ്രശ്നം നമ്മളീ പറഞ്ഞ പ്രശ്നമാണ്. കേരളത്തിലെന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സുണ്ട്, അതിൻ്റെ ഇരട്ടി അതിനെതിരായിട്ടുള്ള ഒരു മനസ്സുമുണ്ട് എന്നുള്ളത്. അത് വേറെ പല രൂപങ്ങളിലൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് മാത്രമേ ഉള്ളൂ. പിണറായി വിരുദ്ധത അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു വൈരാഗ്യം എന്ന നിലക്കത് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ വിശകലനം നടക്കുന്നില്ല. ആരും ചെയ്യുന്നില്ല. ഉണ്ടോ? ആരും ചെയ്യുന്നില്ല. ശരി, നേരത്തെയാണ് എനിക്ക് അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ അത് രാഷ്ട്രീയ വിശകലനം തന്നെയില്ല. പൊളിറ്റിക്കൽ അനാലിസിസ് കേരളത്തിൽ ഇന്ന് ഏതാണ്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ശരി, കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റാൽ എന്താണ് സംഭവിക്കുക? ആ ചോദ്യത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞത്, അതിന് ഉത്തരം പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷം തോൽക്കും എന്ന് ഞാൻ സമ്മതിക്കുകയും അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കും എന്ന് സമ്മതിക്കുകയും ചെയ്യണമല്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലോ ശരിക്കും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴുള്ള കുഴപ്പങ്ങളെന്ന് പറയുന്നത് അത് കുഴപ്പം പിടിച്ച ഉത്തരങ്ങളായിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഉണ്ട് ശരിക്കും. അതിന് മറികടക്കാൻ പക്ഷേ ഇടതുപക്ഷത്തിനകത്ത് മെക്കാനിസം ഉണ്ട് താനും. ആ മെക്കാനിസമാണ് ഇപ്പോൾ അവർ പ്രയോഗത്തിൽ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, സിറ്റിംഗ് MLA മത്സരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ കാര്യത്തിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള അപകടം, നമ്മുടെ MLA അവർ പലരും നാടുവാഴികളെ പോലെ പെരുമാറുന്നവരാണ്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ MLA അയാളെ ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ആവട്ടെ വലതുപക്ഷത്തിൻ്റെ ആവട്ടെ, അവർ ചെയ്യുന്ന എങ്ങനെയാണ്, സർക്കാർ നൽകുന്ന ഫണ്ടുകളെല്ലാം അവർ മണ്ഡലത്തിൽ പലതരത്തിൽ ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. അത് ന്യായമായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ ആ ഫണ്ട് ഇതെൻ്റെ സ്വകാര്യ സ്വത്ത് നിനക്ക് നൽകുകയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. അതെ, എഴുതി വെക്കും. എല്ലാ സ്ഥലത്തും എഴുതി വെക്കും. MLA ആസ്തി ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന MLA ഫണ്ട് ഇങ്ങനെ അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അതല്ല ശരിക്കും, അത് സർക്കാരിൻ്റെ ഫണ്ടാണ്. അത് പക്ഷേ
നമ്മുടെ സമൂഹത്തിനകത്ത് ഇതുവരെയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സർക്കാർ ഫണ്ടാണ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടാണ്. അതല്ലാണ്ട് ഒരു MLA-യുടെ സൗജന്യമല്ല, അദ്ദേഹത്തിൻ്റെ സ്ത്രീധനം കിട്ടിയതുമല്ല എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന MLA-മാർക്ക് വോട്ടർമാരിൽ ഒരു സ്വാധീനം ഉണ്ടാകുകയും ആ വോട്ടറെ തനിക്ക് വേണ്ടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് സമാനമായ ഒരു പ്രവൃത്തിയാണത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി ജയിക്കുന്ന MLA എന്നും അവിടെ ജയിച്ച് പോകും. പാലയിൽ എന്തുകൊണ്ട് മാണി മരിച്ചതിന് ശേഷം പിന്നീട് മാണി കോൺഗ്രസ് ജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മാണിയാണ് അതെല്ലാം നേരത്തെ കൊടുത്തിരുന്നത്, മാണി പോയി, പിന്നെ മാണിക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് വന്നത്. അത് പക്ഷേ കേരളം ആ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ആ രീതിയിലല്ല അതും ചർച്ച ചെയ്ത്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കിടന്ന തെരഞ്ഞെടുപ്പിൽ പാലാ നിയമമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സമയത്ത് പോലും പാലയിൽ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അവിടെ ജോസ് കെ മാണി നിന്ന് ജയിക്കുന്ന ഉറപ്പില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാണി CP കാപ്പനാണ് അവിടെ ഈ പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാണി സാർ നേരത്തെ ചെയ്തിരുന്ന കലാപരിപാടികളുടെ നടത്തിപ്പുകാരൻ, അതിൻ്റെ കാര്യസ്ഥ എന്ന് പറഞ്ഞാൽ കാപ്പനാണ്. അപ്പോൾ കാപ്പന വിട്ടടിക്കുക. ഇതാണ് പ്രശ്നം. ആ പ്രശ്നമൊക്കെ കേരളത്തിലെ ജനാധിപത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്, ജനാധിപത്യത്തെ തകർക്കുന്നതായിട്ടുള്ള സംവിധാനം. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഈ ഏതാണ്ട് 50% ഇപ്പോൾ ശരിക്കും. അപ്പോൾ ഈ സംവരണം വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വാർഡ്, അഞ്ചാം വാർഡ് ഈ കൊല്ലം സ്ത്രീ സംവരണമാണ്, അടുത്ത കൊല്ലം ജനറലേ. അപ്പോൾ അവിടെ ആ ജയിച്ച ആൾക്ക് അടുത്ത കൊല്ലം വീണ്ടും അവിടെ ജയിക്കാനുള്ള സ്കോപ്പില്ല. ശരിക്കും ഉള്ള സ്ത്രീകൾക്ക് മാത്രമാണ് കൂടുതൽ സ്കോപ്പുള്ളത്. അവർ സ്ത്രീയായിട്ടും സ്ത്രീ അല്ലാതെയും എന്ത് ചെയ്യാം അവിടെ മത്സരിക്കാനുള്ള അവകാശം പുരുഷന്മാർക്കത്. അപ്പം അവിടെ ഈ ദുരുപയോഗം വളരെ കുറവാണ്. പക്ഷെ MLA-യുടെയും അതുപോലെ MP-യുടെയും ഒക്കെ പ്രവിശ്യകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സർക്കാർ ഫണ്ട് അങ്ങനെയാണ് പ്രശ്നം. ആ പ്രശ്നം മാറേണ്ടത് ആവശ്യമാണ്. ശരി, അതിനെ മറികടക്കാൻ ഇപ്പോൾ പിന്നെ അത് പ്രയോജനപ്പെടുത്താനാണ് ഇടതുപക്ഷം മുന്നണി തീരുമാനിച്ചത്. അല്ല, ഇടതുപക്ഷം കൊണ്ടുവന്ന ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നാണ് 2 ടേം കഴിഞ്ഞാൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ആ തീരുമാനം നടപ്പാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടുന്നത് എല്ലാ സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിക്കൊണ്ടാണ്. കാരണം അവർക്കറിയാം ഈ സിറ്റി, അതായത് സർക്കാരിനെതിരെ വേണമെങ്കിൽ ആൻറ്റി ഇൻകംബൻസി പറയാം. പക്ഷേ ഏത് MLA-ക്കെതിരെയാണ് നിങ്ങൾ ആൻറ്റി ഇൻകംബൻസി പറയാൻ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ MLA വീണ്ടും ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് CPM-മാരെ നിർത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ CPM-ന്റെ നയത്തെ CPM-ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രഷർ സൊസൈറ്റിയിൽ നിന്ന് വരും. കാരണം ഇവര് ഇവരുടെ ആദർശം പറഞ്ഞ് 2 ടേം എന്ന് പറഞ്ഞ സാധനത്തിന് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ തോറ്റുപോകും. നമുക്ക് തന്നെ തോന്നാറുണ്ട് ചിലപ്പോൾ. അതാണ് പ്രശ്നം. ഇവരൊക്കെ ഒഴിവാക്കിയത് എന്തിന്? ഐസക്കിനെ ഒഴിവാക്കിയത് എന്തിന്? ജി സുധാകരൻ ഒഴിവാക്കിയത്? അവർക്ക് എന്തായിരുന്നു കുഴപ്പം? ആ ക്വസ്റ്റ്യൻ വീണ്ടും വരികയാണ് അവരുടെ മുമ്പിൽ. കാരണം നേരത്തെ അത് ചെയ്തത് ശരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെതിരെ ചോദ്യം വരാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ മുഴുവനും മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടതുപക്ഷം നോക്കുമ്പോൾ ഈ ഭരണത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഇവരെല്ലാം പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആംഗ്രി വോട്ടർ ഉണ്ടാവും എന്നുള്ളതാണ്. ആംഗ്രി വോട്ടറുടെ ജോലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നിലവിലുള്ള ഈ ഭരണ സംവിധാനത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ആരപ്പുറത്തുനിന്ന് കയറുക പ്രശ്നമല്ല. അതാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. തിരുവനന്തപുരത്ത് ഈ ആൻറ്റി ഇൻകംബൻസി ശക്തമായതിൻ്റെ അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആണെന്ന് മാത്രമാണ്. കാരണം കോൺഗ്രസ് ജയിക്കില്ല. അതുകൊണ്ടെങ്കിൽ ഇവൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ ജയിപ്പിക്കാം. അവിടെ ഇവരോടുള്ള വൈരാഗ്യം ആണ് അപ്പുറത്ത് അവരുടെ വിജയമായി മാറിയത്. ഈ ഒരു സ്ഥിതി നമ്മൾ ഗവൺമെന്റ് വെച്ച് നോക്കുന്ന സമയത്തുണ്ടെങ്കിലും MLA-മാർക്ക് അതില്ല. അതുകൊണ്ട് MLA-മാരെ ഇവരെല്ലാവരും മത്സരിപ്പിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ വരുമ്പോൾ നേരത്തെ ചോദ്യം തോറ്റാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം അപ്രസക്തമായി തീരുന്നത് തോക്കുക എന്ന് നമുക്ക് ഉറപ്പുവരാൻ പറ്റാത്ത കണ്ടീഷൻ ഇതുവഴി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ രീതിയിൽ അത് വേണമെങ്കിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ വരാം. ഇടതുപക്ഷം തോറ്റ് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇടതുപക്ഷം തോറ്റിട്ട് UDF അധികാരത്തിലേക്ക് വരികയാണ് എന്ന് വിചാരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് തന്നെ പറയാമെന്ന്. UDF അധികാരത്തിൽ വരുന്ന സംഭവിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതായിരിക്കും. ഒന്ന്, UDF-ൽ ആരാണ് ഡോമിനൻറ്റ്?
ഡോമിനൻ്റ് മുസ്ലിം ലീഗായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാനായിട്ട് ആ സർക്കാർ നിർബന്ധിതമായി തീരും. ഒന്ന്. രണ്ട്, കത്തോലിക്ക സഭ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ UDF മേൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് കാരണം കൊച്ചിയിൽ മേയർ ആരായിരിക്കും എന്ന് ഞങ്ങൾ തീരുമാനിക്കൽ കത്തോലിക്കൻ മതി. ഞാൻ പറയുന്നത് ഇവര് എന്തിനാണ് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കണം? ഞാൻ കത്തോലിക്ക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് മത്സരിച്ച പോലെ മിനിമോൾക്കൊക്കെ അത് ചെയ്യാമായിരുന്നാണല്ലോ അല്ലേ? അത് അവർ ചെയ്തിട്ട് അവർ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതല്ല അവർ ചെയ്യുന്നത്. അവർ കോൺഗ്രസിൻ്റെ വേഷത്തിൽ മത്സരിച്ച് കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് അത് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊതു സ്വഭാവം പരിശോധിച്ചതിനിടയിൽ സമുദായ സംഘടനകൾക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ളൊരു സർക്കാരായിട്ടായിരിക്കാം ആ സർക്കാർ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ സർക്കാരിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു വശത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധ്യതയും അതോടൊപ്പം തന്നെ അപ്പുറത്ത് BJPയുടെ വർഗീയമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാധ്യതയും രണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വർഗീയ സാധ്യതകൾക്ക് കൂടുതൽ വളരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള UDF അധികാരത്തിൽ വന്നാൽ വർഗീയതയ്ക്ക് ശക്തിപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇപ്പം അവർ ജയിച്ച സ്ഥലങ്ങളിൽ ഇവർ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സമുദായ സംഘടന വർഗീയത എന്നുള്ളതിനേക്കാൾ നല്ലത് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. സമുദായ സംഘടനകൾ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുകയും ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ഭരണം എന്ന് അവർ കൽപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവും അതിന് അവർ വഴങ്ങി കൊടുക്കാനായിട്ടുള്ള അന്തരീക്ഷവും നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് ഈ പോസിബിലിറ്റി അതിനകത്തുണ്ട് എന്ന് പറയാൻ കാരണം. ഈ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു പ്രാധാന്യം UDF പഴയ കാലത്തേ ഉണ്ട്. കരുണാകരൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പണ്ടുമുണ്ട്, കരുണാകരന് ശേഷമുണ്ട്. പക്ഷേ കരുണാകരൻ്റെ കാലത്താണ് മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത്. ഓർക്കുന്നുണ്ടാവും 87 നായനാർ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് 91 ശേഷമുള്ള ഗവൺമെൻറ്റും ആ സമയത്ത് ആണ് BJPക്ക് വലിയ വളർച്ചയും കേരളത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തൊരു ഹിന്ദു കൺസോൾട്ടേഷൻ BJPക്ക് അനുകൂലമായിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബാധിക്കും CPM-നെ. കാരണം CPM-ൻ്റെ അവരുടെ അണികളിലെ ഭൂരിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയാവുന്ന CPM-ആണ്. അതൊരു ഹിന്ദുത്വ പാർട്ടിയല്ല, ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് CPM-ആണ്. അത് ബഹുഭൂരിപക്ഷവും ഈ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട സമുദായങ്ങളാണ്. ഇവരെ കൂടുതൽ ഹിന്ദുത്വവൽക്കരിക്കാനല്ലേ ഈ UDF അധികാരത്തിൽ വന്നാൽ സംഭവിക്കുക? അതെ, UDF അധികാരത്തിൽ വരുന്നതിൻ്റെ ഫലമായി സംഭവിക്കുന്ന അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണമായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതിൻ്റെ ഫലമായിട്ട് BJP കൂടുതൽ വളരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഇന്ത്യയിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലേക്കാണ് ഈ വിഷയം ചൂണ്ടുന്നത്. കാരണം ഈ മൗലികവാദത്തിനും ജാതീയതയ്ക്കും ശക്തി ഉള്ള ഇടങ്ങളിൽ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതുതായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ശക്തിപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബോംബെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സെൻറ്റർ അല്ലേ? അവിടെ എത്ര ശക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന, ബോംബെ പട്ടണത്തെ നിശ്ചലമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവിടെ നിന്ന് ആരുമില്ല ശരിക്കും പറഞ്ഞു. അത് മുഴുവൻ പോയത് ഈ വർഗീയ ജാതി സംഘടനകളുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഈ സുഭാഷ്ട്രയിലേക്ക് മത്സരിച്ച കാൺപൂർ, അവിടെയൊക്കെ വലിയ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള മേഖലയാണ്. അതെല്ലാം മുഴുവൻ പോയി. അത് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജാതി ഇങ്ങനെ ശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് പടർന്നു കയറുന്ന ഇടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകും. ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. അങ്ങനെ ഇല്ലാതാകുന്ന ഇടത്ത് എങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? അതിന് പുതിയ ഹോംവർക്ക് ആവശ്യമാണ്. ആ ഹോംവർക്ക് എടുക്കേണ്ട സമയത്താണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നത് അവർ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് നമ്മൾ ആ വെള്ളം ചേർക്കൽ മറ്റതെന്നൊക്കെ പറയുമെങ്കിലും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്കതിനെ നമ്മൾ ചിലപ്പോൾ വിമർശിക്കുകയാണ്. പക്ഷേ ആ സർവൈവൽ പൊളിറ്റിക്സ് ഒരു പരിധി വരെ ഒക്കെ കേരളത്തിലെ CPM
പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നാളെ ബംഗാളാവും, ത്രിപുരയാവും എന്ന് പറയുന്നത് ഒരു കഥയില്ല. നാളെ ബംഗാളും ആവില്ല, ത്രിപുര ആവില്ല. കാരണം ഈ സർവൈവൽ പൊളിറ്റിക്സ് കുറെ ഭംഗിയായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ CPM കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. ബംഗാളിലെ ത്രിപുരയിലേക്കാൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു സാധ്യതയും വേരറ്റ് പോവില്ല എന്ന് പറയാം. പക്ഷേ സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു വളർച്ച ഇടതുപക്ഷം തോറ്റാൽ UDF വന്നാൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അതിൻ്റെ സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇവരുടെ സംഘടനാ സംവിധാനങ്ങളെ പാകപ്പെടുത്തി കിടക്കാനുള്ള സ്പേസ് കേരളത്തിൽ കിടക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ എന്തു പറഞ്ഞാലും ശരി, ഈ CPM ചെയ്ത പ്രവർത്തനങ്ങൾ വികസന മേഖലയിലേക്കുള്ള അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ് ശരിക്കും പറഞ്ഞത് പല മേഖലകളിൽ. ഇപ്പോൾ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ എന്താണ് നമ്മളെ മുണ്ടക്കൈ അല്ലെങ്കിൽ വയനാട്ടിലെ പുനരധിവാസ പ്രക്രിയയെ എടുത്ത നിലപാട് എന്ന് പറയുന്നത് പലതരം വിമർശനങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ വിമർശനങ്ങളെയും മറികടക്കുന്ന തരത്തിലുള്ള ഒരു മാതൃക അവിടെ നിർമ്മിക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു. അത് ശരിക്കും നമ്മൾ പിണറായി വിജയനെ പല കാര്യത്തിലും വിമർശിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും മോദിയുമൊക്കെ അതിശക്തമായിട്ട് കേരളത്തെ ആക്ഷേപിച്ച സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിനുണ്ടാകുന്ന മുറിവ് അത് പിണറായി വിജയനെ നന്നായിട്ട് കേൾക്കുകയും നമ്മൾ നിർമ്മിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അത് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നല്ല മാതൃകയാണല്ലോ ശരിക്കും. അതുപോലെ മറ്റ് ഈ വികസന പ്രക്രിയകൾ, ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ആയിക്കഴിഞ്ഞാലും NH 66 ആയിക്കഴിഞ്ഞാലും അതൊക്കെ ഒരു ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രം നടക്കുന്നതാണ്. മലപ്പുറത്ത് 1 ഇഞ്ച് ഭൂമി ഏറ്റെടുക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇതിനിങ്ങനെ ഇവിടെ നിന്ന് തേച്ച് മാച്ച് കളയാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഇത്രയും വിജയകരമായിട്ടുള്ള രീതിയിൽ UDF വന്നാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും ഒരു 3ാം ടൈമിൽ വരുന്നതിൽ കുറേയധികം ആളുകൾക്കെങ്കിലും സ്വീകാര്യത ഉള്ളത്. ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ സ്വീകാര്യതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ശരിക്കും, ഈ ഒരു ഇച്ഛാശക്തിയല്ല. പൊളിറ്റിക്കൽ വില്ലുണ്ട്. പൊളിറ്റിക്കൽ വില്ല് ഉള്ള ലീഡേഴ്സിനെ CPM നിർമ്മിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഒരു പിണറായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലുള്ള കൺസെപ്റ്റ് പാടില്ല. അപ്പോൾ വേറെ ആളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞു. PD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നിയമസഭയിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്തിന് നല്ല മൈലേജ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും ശരിയായിട്ടുള്ള മതേതര നിലപാടാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെ പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന പാർട്ടിയാണ്. അവിടെ അവരെ കൂടെ നിർത്തിയിട്ട് നമുക്കൊരിക്കലും ഒരു മതേതര മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ സാധ്യമല്ലാതെ തരും. അതതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് ശരിക്കും പറഞ്ഞത്. ആ വൈരുദ്ധ്യം തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പാളിച്ചയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഒരു കാലത്ത് കൈവിട്ട സമുദായ സംഘടനകളെ കോൺഗ്രസിലേക്ക് തിരിച്ചു പിടിക്കുന്നതിൽ വലിയൊരു അളവ് വരെ വിജയിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് UDFന് നഷ്ടപ്പെട്ട 2 വോട്ട് ബാങ്കുകളുണ്ട്. ഒന്ന് മുസ്ലിം സമുദായത്തിൻ്റെ, മറ്റൊന്ന് ക്രൈസ്തവ വിഭാഗം. അതിന് രണ്ടിനെയും തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആണോ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും കേരളത്തോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മുസ്ലിം സമുദായം LDFന് വോട്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം. എന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു ഉത്തരം പക്ഷേ എനിക്ക് കിട്ടിയില്ല. കാരണം CPM അങ്ങനെ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ അവർ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രൊട്ടക്റ്റർ എന്ന് പറയുന്നത് CPM അല്ല, അത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നൊരു ഫീൽ അവർക്കുണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ കേന്ദ്രീകരിച്ചല്ല ഉണ്ടായിരിക്കുന്നത്, ആൾ ഇന്ത്യ ലെവലിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണതെന്നാണ് ഞങ്ങൾ. അങ്ങനെയാണ് അവർ ഇതിനകത്ത് CPM അകന്നു പോവുകയും അവർ UDFനൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കും. ക്രൈസ്തവരുടെ ഇടയ്ക്കുള്ള പ്രശ്നം എന്താണ്? ക്രൈസ്തവർ എക്കാലത്തും ചാഞ്ചാട്ടത്തിൻ്റെ ഒരു ഉസ്താദുകളാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ്.
BJP ആണ് ഭരിക്കാൻ വരുന്നതെങ്കിൽ ഇവർ BJPക്കാരായി മാറും. അതിൻ്റെ ലക്ഷണമാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവർ തൃശ്ശൂർ കാണിച്ചത്. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി ഈ സുരേഷ് ഗോപി കൊണ്ട് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും UDF കയറുകയാണ് ചെയ്തത്. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിനെതിരാണ്. അത് നമ്മൾ നേരത്തെ 57 മുതലുള്ള ഒരു വിഷയം തന്നെയാണ് ശരിക്കും. അതങ്ങനെ എളുപ്പത്തിൽ മാറും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. സദാം ഹുസൈൻ വരുമ്പോൾ ചിലപ്പോൾ സദാം ഹുസൈൻ്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് മുസ്ലിങ്ങളൊക്കെ EM ശങ്കരൻ നമ്പ്യാരുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു കൗതുകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് മുഹാജിറുകൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായക്കാരായ ഗ്രൂപ്പുകളാണ്. 1920 താഷ്കെൻറ്റിൽ ചേർന്ന മുഹാജിറുകൾ അവർ മുസ്ലിങ്ങളാണ്, മുസ്ലിം ചെറുപ്പക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അല്ല, ഒരുപാട് മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നുള്ളത് ശരിയാണെങ്കിലും നേരത്തെ ഞാൻ ഈ സംഭാഷണത്തിൽ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ടല്ലോ, ജാതി രാഷ്ട്രീയം കടന്നു വരുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയവരാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ജാതി രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുസ്ലിങ്ങൾ പോകും, അവർ മുസ്ലിങ്ങളാവും, ക്രിസ്ത്യാനികൾ പോകും, അവർ ക്രിസ്ത്യാനികളാവും, ഹിന്ദുക്കൾ പോകും, ഹിന്ദുക്കളാവും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും ഇല്ലാണ്ടാവുന്നത്. അതാണല്ലോ സത്യം. ആ പ്രശ്നമുണ്ട് കേരളത്തിലിപ്പോൾ. ആ ഒരു വിഷയം ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ BJPയാണ്. BJP ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇടിച്ചു കയറുന്നത് കോൺഗ്രസിലേക്കാവും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കോൺഗ്രസ് അവരെ കൈവിട്ടതിന് നമുക്ക് കാണിക്കാൻ കഴിയും. അതുണ്ടാവും. പക്ഷെ അതല്ല ഇതിൻ്റെ പ്രശ്നം. കോൺഗ്രസ് കൈവിട്ട ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഇതിനെ ബാധിക്കാതെ പോകുന്നത്, ഇത് നമ്മളിപ്പോൾ ഒരു എന്താണ് പരമ്പര രക്തത്തിൽ ജീനുകളിൽ ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വൈകാരികതയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത്. നേരത്തെ ക്രിസ്ത്യാനികൾ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ തെമ്മാടിക്കുഴികളിലാണ് അടക്കം ചെയ്തത്. അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിമോചന സമരത്തിൻ്റെ പ്രശ്നം അതുതന്നെയാണ്, മുസ്ലിങ്ങളുടെ പ്രശ്നം അതുതന്നെയാണ്. സാമുദായികമായിട്ട് അവർക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചേരാൻ കഴിയില്ല. നമ്മൾ ഇവരുടെ പൊളിറ്റിക്കൽ സ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് മുസ്ലിം സംഘടനകൾ, അതിൽ ഇസ്ലാമിസ്റ്റ് സംഘടന ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആരെയാണ്? കമ്മ്യൂണിസ്റ്റുകളെ. അതവരുടെ ലീഫ്ലെറ്റുകളും മറ്റുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കമ്മ്യൂണിസത്തിനെതിരെ അവർ നടത്തുന്ന ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം അത് വളരെ ശക്തമാണ്. അതുതന്നെയാണ് RSSും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ ഇടങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഇങ്ങനെ നേരെ വരുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിന് ആവശ്യമായിട്ടുള്ള ജാഗ്രത പാലിക്കുന്നതിലൊക്കെ നിലവിലുള്ള ഈ CPM സംഘടനാ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇമ്പിച്ചി ഭാവയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം, പാലോളി മുഹമ്മദ് കുട്ടിയുടെ പഴയ കാലം, ആ കാലത്ത് അത് അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ മുസ്ലിങ്ങൾ അവർ മുസ്ലിങ്ങളല്ലാതാവുകയാണ് ചെയ്തത്, അവർ കമ്മ്യൂണിസ്റ്റുകളാവുകയാണ്. ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റുകളെ നിർമ്മിക്കാൻ പറ്റുന്നില്ലേ? മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, മറ്റിടത്തും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇപ്പോൾ ഹിന്ദു സഹാവും മുസ്ലിം സഹാവും ക്രിസ്ത്യൻ സഹാവും എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ M. സുകുമാരൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ വിശദമായിട്ട് നമുക്ക് ഇതിൻ്റെ തുടക്കങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ഇതൊക്കെ ഗൗരവമായിട്ട് അതിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും അതിന് പരിഹാര ക്രിയകൾ നടത്താൻ പറ്റുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കൾ നമുക്കിന്നില്ലാതെ പോകുന്നുള്ളത് വലിയ പ്രശ്നമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ജാഥ തുടങ്ങുമ്പോൾ, പുതുയുഗയാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റീം ഇങ്ങോട്ട് നീങ്ങുന്തോറും കുറഞ്ഞു വരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് സ്റ്റീം ഔട്ടായിട്ടുണ്ട്. ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ആ ഒരു ആരംഭത്തിലുള്ള ഒരു ഇത് പിന്നീട് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ സ്ഥിരം സ്വഭാവം. കോൺഗ്രസ് ഈ ഒരു ജാഥയുടെ കാര്യത്തിൽ, പ്രചരണ ജാഥയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു പ്രതിസന്ധിയെ കാണിക്കുന്നു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇതിനിടയ്ക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വരുമ്പോൾ ഒരുപാട് സ്ഥാനമോഹികൾ വരുന്നുണ്ട്, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ. പുറത്തുനിന്ന് CPM വിട്ടുപോരുന്ന ആളുകളെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ കോൺഗ്രസിനെ ആയിട്ടുണ്ട്. ഇതിനെല്ലാം കോൺഗ്രസ് എങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത്? UDF അതിജീവിക്കാൻ പോകുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി
എന്താണ് എന്ന് ചോദിച്ചാൽ ഈ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് എന്തായിരിക്കും എന്ന് ആളുകളിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് വിധേയമാകുന്ന കോൺഗ്രസ് ആയിരിക്കും. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വിധേയമാകുന്ന കോൺഗ്രസ് ആയിരിക്കും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനം നേരിടാൻ പോകുന്ന പ്രതിസന്ധി സൂചിപ്പിക്കുന്ന ഒരു സാധനം. നേരത്തെ നമ്മൾ ഇതേപോലത്തെ ഒരു വിഷയം ഈ UDF അനുഭവിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി വാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാദം വരുമ്പോൾ തന്നെ ഈ സമൂഹം കാണുന്നതെന്ന് വെച്ചാൽ അതെ വരുന്നവർ അവർ വന്ന് ഇത് മുഴുവൻ അവർ നിയന്ത്രിക്കും. AK ബാലൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും ഈ അടുത്ത മന്ത്രിസഭ നിയന്ത്രിക്കുന്നതെന്നാണ്. ഇത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം മഞ്ഞളാംകുഴി അലിയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 5 മന്ത്രിമാർ അല്ല 7 മന്ത്രിമാർക്ക് വരെയുള്ള അർഹതയുള്ളവരാണെന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നിഷ്കളങ്കനായിട്ട് പറയുകയാണ്. യുക്തിസഹമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. കാരണം UDF-ന്റെ നട്ടല് മുസ്ലിമാണ്. അത് അദ്ദേഹം നിഷ്കളങ്കനായിട്ടാണ് പറയുന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അതെങ്ങനെയായിരിക്കാം വായിക്കപ്പെടുകയും അതുപോലെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ അമിതമായിട്ടുള്ള സ്വാധീനത്തിന് വിധേയമായൊരു കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന തോന്നലാണ് അത് ഉണ്ടാക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത് കത്തോലിക്ക സഭ കുറച്ചു കാലമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എറണാകുളം കൊച്ചി നഗരം എന്താണ് കത്തോലിക്ക നഗരമാണ് എന്ന നിലക്കാണ് കത്തോലിക്ക സഭ സംസാരിക്കുന്നത്. ഇവിടുത്തെ മേയർ ആരാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സമുദായ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്നൊക്കെ അവർ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിസന്ധികൾ ആയിട്ട് വരാൻ പോകുന്നു എന്നാണ് ഞാൻ കാണുന്നത്. എറണാകുളത്ത് ആര് മത്സരിക്കണം, ഇത്ര കാത്തോലിക്കർക്ക് കിട്ടണം, ഇത്ര സീറ്റ് കാത്തോലിക്കരെ മത്സരിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അവരങ്ങനെ പറയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ന്റെ ഈ അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള വഴി അടക്കുന്ന പരിപാടിയായിട്ട് മാറും. കാരണം ഇവർ മാത്രമല്ല കേരളത്തിൽ, കത്തോലിക്കരും മുസ്ലിങ്ങളും മാത്രമല്ല കേരളത്തിൽ, ബാക്കിയുള്ള സമുദായ അംഗങ്ങളൊക്കെ എന്ത് കരുതും, ഇവർക്കാണ് ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള അധികാരം വരാൻ പോകുന്നതെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ധ്രുവീകരണം ആ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും നമ്മൾ LDF-നെതിരെ വെച്ചാലും ഇങ്ങനെയുള്ള സമുദായ ശക്തികൾ അതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ആർക്കും തോന്നിയിരുന്നില്ല കഴിഞ്ഞ ഭരണത്തിൽ. ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ LDF-ന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.